ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ രാഷ്ട്രീയ വിശദീകരണം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കും. മന്ത്രിമാരും മുതിർന്ന നേതാക്കളും ജില്ലാ പര്യടനം നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് UDFന് അനുകൂലമായെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഇക്കാര്യത്തിൽ നയപരമായ തിരുത്തലും പരിശോധനയും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് തലത്തിലടക്കം വിശദമായി വിലയിരുത്താനും തീരുമാനമായി. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. വിജിൻ, തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെയാണ് കാരണങ്ങൾ വലിയ രീതിയിൽ പരിശോധിച്ചു വരുന്നത്. CPM നേതൃയോഗം ചേരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള, അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കുമെന്നതാണോ പ്രധാന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്? ഒപ്പം മറ്റെന്തൊക്കെ വിലയിരുത്തലാണ് CPM എത്തിച്ചേർന്നിട്ടുള്ളത്? എന്തായാലും സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ്. ആ മാധ്യമങ്ങളോട് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സെക്രട്ടേറിയറ്റ് തീരുമാനം അല്പസമയം കൊണ്ട് വിശദീകരിക്കും. ശരി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു വലിയ പ്രചാരവേല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി, അതിൻ്റെ ആഘാതം, മുങ്ങുന്ന കപ്പൽ, എങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നവർക്ക് ഇന്നത്തെ ചില പത്രങ്ങൾ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ചേർത്ത് മണ്ഡലങ്ങളുടെ ഒരു എണ്ണം ഇന്നിപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പറയുന്നത് കൊണ്ട് പേര് അറിയാം, മനോരമ. അവരാണ് ഇന്ന് 58 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് അവർ അവതരിപ്പിച്ചു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. 58 തന്നെ. അതിന് പുറമെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിയാൽ 500 വോട്ട് 600 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലുള്ള മണ്ഡലങ്ങളുണ്ട്. മാത്രമല്ല, തളിപ്പറമ്പ് മണ്ഡലം, അതിൽ 2116 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറവായിട്ടാണ് രേഖപ്പെടുത്തിയത്. അവിടെ 5 നഗരസഭാ വാർഡിലും 3 ഗ്രാമപഞ്ചായത്ത് വാർഡിലും എതിരില്ലാണ്ട് ജയിച്ച കാര്യം അവർ ബോധപൂർവം മറന്നുപോവുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. 8000 വോട്ട് ശരാശരിയുള്ള ഒരു നമ്പറിൽ UDFന് 20% വോട്ട് കഴിച്ചാൽ ബാക്കി ആന്തൂരും മലപ്പട്ടവും 80% ഇടതുപക്ഷ വോട്ടുള്ള വാർഡുകളാണ്. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ് ആന്തൂരും മലപ്പട്ടവും. ആന്തൂര് 5 നഗരസഭാ വാർഡും മലപ്പട്ടം 3 ഗ്രാമപഞ്ചായത്ത് വാർഡും ഇതില്ലാണ്ട് ജയിച്ച കണക്ക് കൂടി കൂട്ടിയാൽ ഇവർ പറഞ്ഞതിനേക്കാളും എത്രയോ അതിൻ്റെ ഇരട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡായിരിക്കും. ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. നമുക്ക് 500 വോട്ട് കുറവ് തന്നെ. പക്ഷെ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. 58 ഒന്നും കൂടി 59ആയി. പിന്നെ ഈ പറയുന്ന പോലെയുള്ള വളരെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ അതും മാറും.
ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ടാണ്. ജില്ലാ പഞ്ചായത്താണല്ലോ രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് കൂട്ടിയാൽ ഇതിൽ നിന്ന് നല്ല മാറ്റം വീണ്ടും വരും. എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രചാരവേലയും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറയാതെ മനോരമ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ജില്ലകളിൽ മധ്യ കേരളം, അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 10 ലക്ഷം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് ചെറിയ വോട്ടല്ല, 10 ലക്ഷം വോട്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ 1,75,000 വോട്ടാണ് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവിടെ BJPക്ക് 1,60,000 വോട്ടേ ഉള്ളൂ. 1,25,000 വോട്ടാണ് UDFന്. വോട്ടിൻ്റെ കണക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈയുള്ളത്. ജില്ലയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 4 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 41 വാർഡിൽ ഡിവിഷൻ അവിടെ UDFന് വളരെ ചെറിയ വോട്ട്, 1000-ൽ കുറവായ വോട്ടേ ഉള്ളൂ.